ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആ ഒരു വ്യക്തിയെ ഹഗ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഏകദേശം 10 വർഷത്തോളമായി റിലേഷൻഷിപ്പ് കോച്ചിങ് നടത്തുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനായിക്കോട്ടെ, ഭയങ്കര പെയിൻഫുൾ ആയിട്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ പോയിട്ടൊന്ന് ഹഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു പെയിൻ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അത് എസ്പെഷ്യലി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹഗ് ആണെങ്കിൽ. സോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പെയിൻ കുറക്കാൻ ഒരു ഹഗ് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ വളരെയധികം ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഈ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഹഗ് നമുക്ക് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ ഒരു എനർജി, ഹഗ്ഗിലൂടെ ഒരു എനർജി നമ്മൾക്ക് കിട്ടും. നമ്മുടെ മൂഡ് തന്നെ ചേഞ്ചായി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൂഡ് ചേഞ്ച് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഹഗ് ചെയ്യുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കും. ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ മാറിപ്പോകും. അത് ചെറിയ പനി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും അസുഖങ്ങളായിക്കോട്ടെ, അതൊക്കെ ചികിത്സിക്കാതെ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് തോട്ടുകളൊക്കെ മനസ്സിലൂടെ പോയി ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ഹഗ്ഗൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു റിലാക്സേഷൻ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ, ലിവിങ് ടുഗദർ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പിൽ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബോണ്ടിങ്, ആ ഒരു കെമിസ്ട്രി എല്ലാം വർക്കൗട്ട് ആക്കാനും അത് കൂടുതൽ സ്ട്രോങ് ആവാനും ഈ ഹഗ്ഗിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പിണക്കത്തിലുള്ള ആളുകൾ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് വേറൊരാൾ പറഞ്ഞു കേട്ടതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തൊരു സിറ്റുവേഷൻ അല്ല, അത് ആദ്യമേ ഓപ്പണായിട്ട് പറയാം. വന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ആ വ്യക്തി സൊല്യൂഷനായിട്ട് പറഞ്ഞത്, പരസ്പരം എപ്പോഴും അടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് അടി കൂടിയാലും പിണങ്ങിയാലും നിങ്ങൾ ഡെയിലി രാവിലെ എണീറ്റ ഉടനെയും അതുപോലെ തന്നെ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് പരസ്പരം ഹഗ് ചെയ്തിട്ട് വേണം കിടക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. രാവിലെയാണോ രാത്രിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു നേരം നിങ്ങൾ ഡെയിലി ഒരു തവണയെങ്കിലും ഹഗ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അങ്ങനെ അവർ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, അടിയും ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഹഗ് ചെയ്യും. അങ്ങനെ 21 ദിവസം തുടർച്ചയായിട്ട് ഹഗ് ചെയ്തപ്പോൾ അത് അവരുടെ ഒരു ശീലമായിട്ട് മാറി. മാത്രമല്ല, അവരുടെ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളും കുറഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, പിന്നീട് അവർക്ക് ഹഗ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലോട്ട് പോയി. കാരണം അതിൻ്റെ ബെനിഫിറ്റ്സ് അത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത് പറയുമ്പോൾ തമാശയായിട്ടൊക്കെ നമുക്ക് തോന്നും, അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ അത്ര വലിയ ഗുണമൊന്നും എനിക്ക് കിട്ടാറില്ല സാറേ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടൊരു ഹഗ്ഗിങ്ങിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു ബോണ്ടിങ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന അവസ്ഥയിലോട്ട് വരും. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളൊക്കെ ദേഷ്യമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താ, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ് ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, ദേഷ്യപ്പെടുന്നത്. ഈ ഹഗ്ഗിങ്ങിലൂടെ അതൊക്കെ കുറഞ്ഞു വരുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും.
അപ്പോൾ ഹഗ്ഗിങ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം മനോഹരമാക്കാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ, അവരുടെ ലൈഫിലും അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ താങ്ക് യു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമസ്തേ.